ഹലോ ഗൈസ്, അപ്പം നമുക്ക് തേങ്ങ വറുത്തരച്ചൊരു വെണ്ടയ്ക്കക്കറിയുടെ റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് കുറച്ച് വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞ് സവാള, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ, കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയുടെ നിറമൊന്ന് മാറി വരുന്ന സമയം കൊണ്ട് തേങ്ങയും കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ നിറമൊന്ന് മാറി വരുന്നത് വരെ സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കണം. തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഇതിനകത്ത് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ സമയം സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിരിക്കണം, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇത് ചൂടാറാനായിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് മറ്റൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞു സവാളയും 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയം കൊണ്ട് അരിഞ്ഞു വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയുടെ നിറം ഒന്ന് മാറി വരുന്നത് വരെ ആ എണ്ണയിൽ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ കൈവിടാതെ നല്ലതുപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഒരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഈ വെണ്ടക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. വെണ്ടക്കയായിട്ട് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ആ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് സ്വല്പം പുളി എടുത്തിട്ടുണ്ട്. ആ പുളിയൊന്ന് നെവടി ആ വെള്ളം കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്ത് കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം വെന്ത് നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കരിയാപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ താളിപ്പ് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച വെണ്ടയ്ക്കക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.